ചില സ്ത്രീകൾക്ക് പുരുഷന്മാരോട് അട്രാക്ഷൻ തോന്നുകയെന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവർ നിങ്ങളിൽ ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കും. അപ്പം നിങ്ങൾ അത്തരത്തിലുള്ള ഒരാളാണെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള ഇഷ്ടം കൂടും. അപ്പം നിങ്ങളിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കിയാലോ. അതിൽ ഒന്നാമത്തതാണ് സിമിലാരിറ്റി എഫക്റ്റ് എന്ന് പറയും. അവർക്ക് അവരെ പോലെ തന്നെ ഉള്ളവരെ ഭയങ്കര ഇഷ്ടമാണ്. അവരെ പോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഉള്ളവരാ, അവരെ പോലെ തന്നെ ഇഷ്ടങ്ങളില്ലവരാ, അതായത് നമ്മൾ സെയിം വൈബ് എന്നൊക്കെ പറയില്ലേ, അതുപോലൊക്കെ ഉള്ളവരെ അവർക്ക് നല്ല കാര്യമാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സിനിമയൊക്കെ ഒരുപാട് കാണുന്ന ആളാണ്, സിനിമയോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങളും ഒരു സിനിമാ പ്രാന്തനാണെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം സംസാരിക്കാൻ കുറേ കാര്യങ്ങളുണ്ട് സിനിമയെ കുറിച്ച് തന്നെ. അവർക്കും ഇഷ്ടമുള്ള ടോപ്പിക്കാണ്, നിങ്ങൾക്കും ഇഷ്ടമുള്ള ടോപ്പിക്കാണ്. അങ്ങനെ സംസാരിച്ചാണല്ലോ നമുക്ക് ഒരാളുമായിട്ടൊരു അടുപ്പുണ്ടാക്കുന്നത്. അങ്ങനെ രണ്ടുപേർക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സംസാരത്തിനോട് മടുപ്പ് തോന്നില്ല. അങ്ങനെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ആവും. അങ്ങനെ അവർക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള താല്പര്യം കൂടും. നേരെ മറിച്ച് അവർക്ക് സിനിമ ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങൾക്ക് സിനിമയോട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ആളാണെങ്കിൽ അവരിപ്പോൾ നിങ്ങളോട് സിനിമയെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങളത് താല്പര്യമില്ലാത്ത പോലെ വിട്ടാൽ അവർക്ക് ഭയങ്കര ഒരു വിഷമം പോലെ ആയിരിക്കും. ഇനി രണ്ടാമത്തതാണ് ഹാലോ എഫക്റ്റ് എന്ന് പറയും. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? നിങ്ങളിപ്പോൾ അവരോട് ആദ്യമായിട്ട് സംസാരിക്കാൻ പോയെന്ന്, അങ്ങനെ സംസാരിക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ നല്ല കോൺഫിഡൻസിൽ നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് നല്ല രീതിയിലാണ് അവരോട് സംസാരിക്കുന്നതെങ്കിൽ ആ ഒരു സംസാരം വെച്ചിട്ടായിരിക്കും അവർ നിങ്ങളെ വിലയിരുത്തൽ. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു സംസാരമാണെങ്കിൽ അവരിങ്ങനെ ചിന്തിക്കും, ആ നല്ല ആളാണ്, പിന്നെ നല്ല ബുദ്ധിയും വിവരമൊക്കെ ഉള്ള ആളാണെന്നുള്ള രീതിയിൽ ചിന്തിക്കും. നിങ്ങൾക്ക് ഇനി ബുദ്ധിയും വിവരം ഇല്ലെങ്കിലും അങ്ങനെ ചിന്തിക്കും. ആദ്യത്തെ ഇംപ്രഷൻ ഇത് ബെസ്റ്റ് ആക്കാൻ നോക്കണം. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എപ്പോഴും അവൈലബിൾ ആയിരിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ഹോബീസ്, ഗോൾസ്, ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണെങ്കിൽ അവർക്ക് ചിലവർക്ക് അതിനോടായിരിക്കും താല്പര്യം കൂടുതൽ. അതായത് സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അവർക്ക് എപ്പോഴും മെസ്സേജ് അയക്കുന്നു, അവരെപ്പോൾ വിളിച്ചാലും അവൈലബിൾ ആണ്, എപ്പോഴും കോൾ ചെയ്ത് കൊടുക്കുന്നു, നിങ്ങളങ്ങനെ സ്വന്തം കാര്യം നോക്കുന്നില്ല അവിടെ. അങ്ങനെ നോക്കാതെ വരുമ്പം ഇവർ ചിന്തിക്കാൻ തുടങ്ങും, എന്തുകൊണ്ട് ഇവിടെ എപ്പോഴും എന്നെ കോൾ ചെയ്ത് കൊടുക്കുന്നത്, ഇവർ വേറൊരു കാര്യം ചെയ്യാനില്ലേ എന്നുള്ള രീതിയിൽ ചിന്തിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ലൈഫിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. അത് അവരൊരു നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതല്ല. അവരിപ്പോൾ എന്തെങ്കിലും ചെയ്ത് ഗ്രോ ചെയ്യുമ്പോൾ അവരുടെ കൂടെ തന്നെ നിങ്ങളും പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങളും അതുപോലെ ഗ്രോ ചെയ്യണം എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ മറ്റൊരാളെ സ്നേഹിക്കുമ്പോഴും സ്വന്തം ജീവിതത്തിനും ലക്ഷ്യത്തിനും വാല്യൂ കൊടുക്കണം. ഒപ്പം തന്നെ മറ്റൊരാളെ ബഹുമാനിക്കുമ്പോൾ നമ്മൾ സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെടാൻ പാടില്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് കരുതി നിങ്ങളിനി അവർ മെസ്സേജ് അയക്കുമ്പോൾ മനഃപൂർവ്വം റിപ്ലൈ കൊടുക്കാതിരിക്കുക, മനഃപൂർവ്വം ഇഗ്നോർ ചെയ്യുക, ഇതല്ല അത്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അതല്ല ഇത്. ഇനി നാലാമത്തെ പോയിന്റ് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ നല്ല തമാശക്കാരനാണോ? അയാളുടെ തമാശകളും പൊട്ടിച്ചിരികളും കാമുകിയെ ഹരം കൊള്ളിക്കുന്നു. നല്ല തമാശക്കാരനാണല്ലേ നിങ്ങൾ, ഹരം കൊള്ളിക്കുക. തമാശ പറയുന്നവരെ സ്ത്രീകൾക്ക് അത്യാവശ്യം കുറച്ച് കൂടുതൽ ഇഷ്ടമാണ്. തമാശ പറയുമ്പോൾ നമുക്ക് നമ്മുടെ സ്ട്രെസ്സ് കുറയുമല്ലോ. നിങ്ങളിപ്പം നല്ല തമാശയൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ സംസാരിക്കുന്നവരാണെങ്കിൽ അവർക്കിപ്പോൾ എന്തെങ്കിലും സ്ട്രെസ്സ് വരുന്ന സമയത്ത് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരും. കാരണം നിങ്ങളോട് സംസാരിക്കാൻ നല്ല രസമായിരിക്കും, നല്ല എൻജോയബിൾ ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് ഈ തമാശ പറയാൻ കഴിവില്ലവർ നല്ല ക്രിയേറ്റീവ് ആയിരിക്കും, നല്ല കൂളായിട്ടുള്ള ആളാണെന്ന് ഇവർ ചിന്തിക്കും. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടും. സിമ്പിളായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചിരിപ്പിക്കാൻ കഴിയുന്ന ആളുകളെ ചിലവർ കൂടുതൽ ഓർക്കും. അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അവരെ ഇഷ്ടമാണ്, നിങ്ങളത് അവരോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ ആയിരിക്കും അവരെ കാണാൻ പോകുന്നത്. അങ്ങനെ എപ്പോഴെങ്കിലും കാണാൻ പോയിട്ട് എന്ത് കാര്യം? അവർക്ക് നിങ്ങളുടെ മുഖം പരിചയമാവണമെങ്കിൽ അവരെ സ്ഥിരമായിട്ട് നിങ്ങളെ കാണണം. നമ്മൾ ഒരാളെ സ്ഥിരമായിട്ട് കാണുമ്പോൾ നമുക്ക് അവരോട് കൂടുതൽ പരിചയവും ഒരു ഇഷ്ടമൊക്കെ തോന്നും. ഇപ്പം അവർ നിങ്ങളെ കണ്ടിട്ടേ ഇല്ല, ആകെ 1 or 2 പ്രാവശ്യം മാത്രമാണ് കണ്ടത്. അപ്പം നിങ്ങൾ അവരോട് പോയി സംസാരിക്കുന്ന സമയത്ത് അവർ ഓക്കെ ആയിരിക്കില്ല, ഒരു കംഫർട്ടബിൾ ഉണ്ടാവില്ല. പക്ഷെ അവർ നിങ്ങളോട് കുറേ പ്രാവശ്യം കണ്ടു, നിങ്ങൾ സംസാരിച്ചിട്ടൊന്നും ഇല്ലെങ്കിലും കുറേ പ്രാവശ്യം കണ്ട ആ ഒരു ഇത് വെച്ചിട്ട് അവർക്ക് അത്ര പ്രശ്നം ഉണ്ടാവില്ല. ഇങ്ങനെ അവർ ഡെയിലി കാണുന്ന സമയത്ത് അവർക്കൊരു ഇഷ്ടം വരാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഡെയിലി കാണുമ്പോൾ അവർക്ക് പ്രണയം അങ്ങ് പൊട്ടിമുളക്കും എന്നല്ല ഞാൻ പറയുന്നത്. അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടാവില്ല. പിന്നെ അവർ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ആയിരിക്കും, ഡെയിലി കാണുന്ന ഒരാളാണല്ലോ എന്നില്ല വിചാരിച്ചിട്ട്. നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്ക്, വെറും 2 തവണ മാത്രം കണ്ട ഒരാളോടും ഡെയിലി കാണുന്ന ഒരാളോടും നമ്മൾ ഒരുപോലെ ആയിരിക്കില്ലല്ലോ സംസാരിക്കുന്നത്. ഇനി അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കണം. കാമായിട്ട് സംസാരിച്ചിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവരുടെ അപ്രൂവലിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കാൻ പാടില്ല. ഞാൻ ഇങ്ങനെ ആയാൽ നല്ലതാവോ, ഞാൻ ഈ രീതിയിൽ നല്ലതാണോ, അല്ലെങ്കിൽ ഞാൻ ആ രീതിയിൽ നല്ലതാണോ എന്നുള്ള രീതിയിൽ ചോദിക്കാൻ പാടില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. എപ്പോഴും മറ്റൊരാളോട് ചോദിച്ചിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ പാടില്ല. നിങ്ങളുടെ ആ ഒരു ലുക്കിൽ തന്നെ അവർക്ക് നിങ്ങളൊരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് ഫീൽ ചെയ്യണം. ഇനി അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ആൾക്കാർക്ക് എല്ലാവർക്കും ഉള്ളൊരു സംഭവമാണിത്. നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ,
നമ്മൾ എന്തെങ്കിലും ഒരു ഇമോഷൻ ഒരാളോട് ഇങ്ങനെ പ്രകടിപ്പിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റുള്ള ആൾ അത് മനസ്സിലാക്കണം എന്നുള്ള ഒരു സംഭവം. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുന്ന സമയത്ത് അത് തടസ്സപ്പെടുത്താണ്ട് കേട്ട് നിൽക്കണം. നമ്മുടെ ഇമോഷൻസ് മനസ്സിലാക്കാനും ബഹുമാനിക്കാനുള്ള ഒരു കഴിവുണ്ടാവണം. സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റുള്ള ആളെ ഫീലിങ്സ് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അങ്ങനെ നമുക്കൊരു ഇമോഷണൽ സേഫ്റ്റി അവരിൽ ഫീൽ ചെയ്യും. ഇതാണ് കൂടുതൽ ആൾക്കാരും വാല്യൂ ചെയ്യുന്ന ഒരു കാര്യം. അങ്ങനെ നമുക്ക് അവരോടുള്ള അടുപ്പം കൂടും. നേരെ മറിച്ച് അവരിപ്പോൾ കരയുന്ന സമയത്ത് നീ എന്തിനാണ് ഓവർ റിയാക്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവിടെ തന്നെ നിങ്ങളോട് ഒരു ഡിസ്റ്റൻസ് തോന്നാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പരിചയപ്പെട്ട പാട് എല്ലാ കാര്യങ്ങളും അവരോട് തുറന്നു പറയാണ്ടിരിക്കുക. നിങ്ങൾ കുറച്ച് സമയം കൊടുത്തിട്ട് കാര്യങ്ങളൊക്കെ പറയാം. ആ പരിചയം അത്യാവശ്യം വളർന്നതിന് ശേഷം മാത്രം നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുക. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും രണ്ടും ഒരുപോലെ ആയിരിക്കണം. പറയുന്നത് വേറൊന്ന്, ചെയ്യുന്നത് വേറൊന്ന്, അങ്ങനെ ആവാൻ പാടില്ല. ഇപ്പം എന്തെങ്കിലും പ്രോമിസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പാലിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കണം. അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളോടുള്ള വിശ്വാസം അവർക്ക് കൂടും. നേരെ മറിച്ച് നിങ്ങൾ പറയുന്ന കാര്യം വേറൊന്ന്, ചെയ്യുന്ന കാര്യം വേറൊന്നാണെങ്കിൽ അവർക്ക് നിങ്ങളോട് വിശ്വാസം ഒന്നും ഉണ്ടാവില്ല. ഇനി അത് അവർ പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിൽ കൂടി അത് ഉണ്ടാവില്ല. നിങ്ങൾക്ക് സ്വന്തം ജീവിത ലക്ഷ്യം ഉണ്ടാവണം. അല്ലാതെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലക്ഷ്യമുണ്ട്, ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്നും പറഞ്ഞ് ഒന്നും ചെയ്യാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോട് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ അത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കണം. അല്ലാണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ലക്ഷ്യമുണ്ട് എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അവനങ്ങനെ പറയുന്നത് മാത്രമേ ഇല്ല, ഒന്നും ചെയ്യുന്നൊന്നുമില്ല എന്നുള്ളൊരു തോന്നൽ അവർക്ക് വരും. ഒരു കാര്യം വിചാരിച്ചാൽ നിങ്ങളത് നേടുന്നവരാണ് എന്നുള്ള ആ ഒരു തോന്നൽ അവരിൽ ഉണ്ടാക്കാൻ നോക്കണം. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മര്യാദയോടെ സംസാരിക്കുന്ന ഒരാളായിരിക്കണം. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെൻറ്റാലിറ്റി ഉണ്ടാവണം. സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കൈൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം. ഇനി ലാസ്റ്റ് സംഭവം എന്താണെന്ന് വെച്ചാൽ, അവരുടെ ബൗണ്ടറീസ് റെസ്പെക്റ്റ് ചെയ്യുക. അവർക്ക് അവരുടേതായ ചോയ്സും കാര്യങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങളും ഉണ്ട്. അതിലെല്ലാത്തിലും കയറി ഇടപെട്ട് അത് അങ്ങനെ ചെയ്യേണ്ട, അതിങ്ങനെ ചെയ്യേണ്ടെന്ന് പറയാൻ പാടില്ല. അങ്ങനെ അവരെ കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളോടുള്ള വിശ്വാസം അവർക്ക് നഷ്ടപ്പെടും. അവർ നോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഈഗോ വെച്ചുകൊണ്ട് നിൽക്കാണ്ട് ആ നോ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ലാസ്റ്റായിട്ട് പറയാനുള്ളത്, ഓരോ ആൾക്കാരും വ്യത്യസ്തരാണ്. അതുപോലെ തന്നെ അവരുടെ ഇഷ്ടങ്ങളും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് ഇതെല്ലാവരിലും കറക്റ്റ് ആവണമെന്നില്ല. ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നത് നമുക്ക് പരസ്പരമുള്ള ബഹുമാനവും സത്യസന്ധത ഇതിലൂടെയൊക്കെയാണ്. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.